സുഹറാബി. ഞാനൊരു അധ്യാപികയാണ്. നിലമ്പൂർ കരുളായി മൈലമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. ഞാൻ നമ്മുടെ 2015 നടത്തിയ HSI മലപ്പുറം ജില്ലയിലെ 1ാമത്തെ റാങ്ക് എനിക്കാണ് ലഭിച്ചിട്ടുള്ളത്. വീട്ടിൽ ഇപ്പം ഞാനും ഭർത്താവും മാത്രമാണുള്ളത്. സ്വന്തമായിട്ട് പിന്നെ 2 സഹോദരന്മാരും അനിയത്തിയും ഉമ്മയും ഒക്കെ അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മാത്രമാണ് അങ്ങനെ പഠിച്ച് ജോലിയൊക്കെ നേടാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് പൂക്കോട്ടുംപാടം ഹയർ സെക്കൻഡറി സ്കൂൾ ജൂനിയർ മലയാള അധ്യാപികയായിട്ടാണ്. കുട്ടിക്കാലത്ത് തന്നെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉപ്പയമ്മയും ഒന്നിച്ചെന്നല്ലാത്തതിൻ്റെ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അതിനൊക്കെ തരണം ചെയ്യാൻ സാധിച്ചു. മഞ്ചേരി അടുത്തുള്ള വള്ളിക്കാപ്പറ്റ ബ്ലൈൻഡ് സ്കൂളിൽ എന്നെ 6ാമത്തെ വയസ്സിൽ അവിടെയാണ് ചേർത്തിയത്. അവിടെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. 10 വരെ അവിടെ തുടർന്ന് പഠിക്കാനുണ്ടായിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് അധ്യാപകരൊക്കെ നല്ല പ്രോത്സാഹനമൊക്കെ ഉണ്ടായിരുന്നു പഠിക്കാനൊക്കെ. എങ്കിലും അവിടെ വളരെ കുറച്ചൊക്കെ പ്രയാസങ്ങളൊക്കെ സഹിച്ചിട്ടായാലും പിന്നെ ഹൈസ്കൂളിലേക്ക് ഞങ്ങൾക്ക് ബസ് കയറിയൊക്കെ പോകണമായിരുന്നു. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് പോയിരുന്നത്. എന്നാലും അവിടെ അധ്യാപകരൊക്കെ നല്ല സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ കഴിഞ്ഞിട്ട് ഞാൻ ഫറൂഖ് കോളേജിലാണ് പ്രീ ഡിഗ്രിക്ക് ചേർന്നത്. അവിടേക്ക് മുതൽ എൻ്റെ ഉപ്പയാണ് എന്നെ എല്ലായിടത്തേക്കും പഠിപ്പിക്കാനൊക്കെ കൊണ്ടുപോയിട്ടുള്ളത്. എന്നെക്കാളും എൻ്റെ ഉപ്പയൊക്കെ എനിക്ക് നല്ല ജോലി വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. B.Ed വരെയൊക്കെ 2004 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തുടർന്ന് കുറച്ചു കാലം അങ്ങനെ കോച്ചിങ് ക്ലാസ് സ്ഥാപനങ്ങളെ പറ്റിയൊന്നും അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. 2005 PG ഫസ്റ്റ് ഇയർ എഴുതി. പിന്നെ അത് അവിടെ ഇട്ട് അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് പിന്നീട് പഠിച്ചത്. 2007-2009 ഞാൻ പിന്നെ ഡെയിലി വേജ് ആയിട്ട് അധ്യാപനം തുടങ്ങിയത്. അപ്പോഴാണ് പിന്നെ സെക്കൻഡ് ഇയർ PG കംപ്ലീറ്റ് ചെയ്തതും. പിന്നെ തുടർന്നാണ് നമ്മുടെ എയ്സിൻ്റെ സ്ഥാപനത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചത്. അങ്ങനെ എയ്സിൻ്റെ സ്ഥാപനത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരമാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത്. അവിടുത്തെ എൻ്റെ സുഹൃത്തുക്കളുടെയൊക്കെ ഒരു പ്രോത്സാഹനം കൊണ്ടാണ് എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റിയത്. അവിടെ ചെന്നപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഒരു നൗഷാദ് മാഷ ക്ലാസ്സാണ് വളരെ ഒരു മോട്ടിവേഷൻ ക്ലാസ് ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ക്ലാസ് കേട്ടപ്പോൾ ആകെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബ്രില്യൻസിൻ്റെ ഗൈഡ് അത് തന്നെ ഞാൻ പലതവണ കേൾക്കുകയും ആവർത്തനത്തിലൂടെ ഒരു ജോലി കിട്ടണമെന്ന അതിയായ ആഗ്രഹത്തിൽ കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് എനിക്കിന്ന് റാങ്ക് ഒക്കെ ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ ആദ്യം പൂക്കോട്ടുംപാടം ഹൈസ്കൂളിലും ഇപ്പോൾ പൂക്കോട്ടുംപാടം ഹയർ സെക്കൻഡറിയിലും ജോലി ലഭിച്ചത്. ഹയർ സെക്കൻഡറിയിലും എനിക്ക് 2ാമത്തെ റാങ്ക് തന്നെയായിരുന്നു. അതും നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കാൻ കഴിഞ്ഞതുകൊണ്ടൊക്കെയാണ് എനിക്കത് ലഭിച്ചിട്ടുള്ളത്. സ്കൂളിലൊന്നും ഉമ്മ ഒന്ന് കൊണ്ട് ചേർത്തുന്നെങ്കിൽ പോലും പിന്നീട് തുടർ പഠനത്തിനൊക്കെ എൻ്റെ ഉപ്പാൻ്റെ പ്രോത്സാഹനം കൊണ്ട് തന്നെയാണ് കോളേജിലൊക്കെ ചേർന്നതും. പിന്നെ ക്ലബ്ബ് മുഖാന്തരമൊക്കെ ടേപ്പ് റെക്കോർഡറും കാസറ്റും ഒക്കെ വാങ്ങിത്തന്ന് അങ്ങനെ പഠിക്കാനുള്ള എല്ലാ സഹായവും ചെയ്തു തന്നത് ഉപ്പയാണ്. എല്ലായിടത്തും ഇൻ്റർവ്യൂവിനും മലപ്പുറത്ത് കളക്ട്രേറ്റിലൊക്കെ പലതവണ ഇൻ്റർവ്യൂവിനൊക്കെ കൊണ്ടുപോയിട്ടും ജോലി കിട്ടാൻ എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് എപ്പോഴും അതിന് വേണ്ടി തന്നെ എനിക്ക് പ്രോത്സാഹനം തന്നത് ഇപ്പം തന്നെയാണ്. അതുപോലെ എൻ്റെ സഹോദരന്മാരും അനിയന്മാരും ഒക്കെ തന്നെ എന്നെ എക്സാമിന് കൊണ്ടുപോകാനും എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. ഉമ്മയും ഒക്കെ എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. എൻ്റെ സുഹൃത്തുക്കളാണ് പിന്നെ എൻ്റെ ഈ വിജയത്തിൻ്റെ വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഒരു ശ്രീജിത എന്ന് പറഞ്ഞ എൻ്റെ ഒരു സഹോദരി, അവൾ എനിക്ക് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു തരുന്നുണ്ടായിരുന്നു. ഞാൻ മതി എന്ന് പറഞ്ഞാൽ പോലെ എത്ര ആവർത്തിച്ച് വായിച്ചു തരാനും അവർക്ക് മടിയുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ വിനീത എന്ന് പറഞ്ഞ എൻ്റെ കൂടെ തന്നെ ജോലിയിൽ കയറി ലിസ്റ്റിൽ ഉണ്ടായിരുന്ന എൻ്റെ സഹോദരി, അവളും നന്നായി വായിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആവർത്തിച്ച് വായിച്ചു തന്നതുകൊണ്ടാണ് എനിക്ക് ഈ ജോലിയൊക്കെ ലഭിച്ചത്. കാഴ്ചയില്ലാത്തത് കൊണ്ട് കുറേ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് യാത്ര ചെയ്യുന്ന പ്രയാസങ്ങളുണ്ടാകുമ്പോൾ എൻ്റെ അടുത്ത് വീട്ടിൽ നിന്നൊക്കെ അങ്ങനെ ഒറ്റയ്ക്ക് പോകണ്ടെന്നൊക്കെ അങ്ങനെ പറയണ്ട. എന്നാലും ഞാൻ അതിനൊക്കെ അതിജീവിച്ച് നമ്മളങ്ങനെ പോയാലല്ലേ നമുക്ക് പഠിക്കാനൊക്കെ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ മുൻകൈ എടുത്ത് മുന്നിട്ട് ഇറങ്ങി കോച്ചിങ് ക്ലാസ്സിനൊക്കെ അങ്ങനെ വരികയാണ് ചെയ്തിട്ടുള്ളത്. പാടം പൂത്ത കാലം പാടാൻ വന്നു നീയും പുന്നാറ്റിനപ്പുറത്തു നിന്നും കിന്നാരം ചൊല്ലി നീ വന്നു. പാടം പൂത്ത കാലം
പാടാൻ വന്നു നീയും. ഓലത്തുമ്പത്തൊരു ഞാലു കെട്ടി നീ ഓമൽ പാട്ടൊന്നു പാടി. പാടിത്തീരാത്ത പാട്ടുമായി സ്വപ്നത്തിൻ വാതിലിൽ വന്നവളെ. പുഴയോരത്തു പോയി തണലേറ്റിരുന്ന് കളിയും ചിരിയും തുടരാം. പാടം പൂത്ത കാലം പാടാൻ വന്നു നീയും. കഠിനാധ്വാനം ചെയ്താൽ നമുക്ക് എന്തായാലും വിജയത്തിലെത്താൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്.